എല്ലാവർക്കും നമസ്കാരം. സൂര്യാവിഷൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇത് ഞങ്ങളുടെ കുടുംബക്ഷേത്രമായ വെളിയങ്ങാട് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രമാണ്. ഇവിടെ എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച മാത്രമാണ് നമുക്ക് പൂജയുള്ളത്. ഇന്ന് 10-ാം ഉദയത്തിന് വിശേഷാൽ ആദിത്യ പൂജയുണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന ഈ ചടങ്ങുകളൊക്കെ ആലപ്പുഴ ജില്ലയിൽ മാത്രം ഉള്ളതായിട്ടാണ് എൻ്റെ ഒരറിവ്. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആദിത്യ പൂജയുടെ ഈ ചടങ്ങുകളെ പറ്റിയിട്ടൊക്കെ ആധികാരികമായിട്ട് തന്നെ സംസാരിക്കാൻ നമ്മളുടെ ക്ഷേത്രം മേൽശാന്തി കൂടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം. നമുക്ക് ആദിത്യ പൂജ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ വിശേഷമായിട്ട്, അത് ഏറ്റവും പ്രധാനമായിട്ട് ആലപ്പുഴ ജില്ലയിൽ, പ്രധാനമായിട്ട് ചേർത്തല നഗരത്തിൽ മാത്രം, ഏരിയയിൽ മാത്രം കണ്ടുവരുന്ന ഒരു ചടങ്ങാണ്. മീനമാസം 1-ാം തീയതി കഴിഞ്ഞു വരുന്ന ആദ്യ ഞായറാഴ്ച മുതൽ 10 ഉദയം വരെയാണ് ഈ ഒരു ചടങ്ങ് നടക്കുക. വളരെ വിശേഷമായിട്ട് 3 ദിവസം കൊണ്ടാണ് നമ്മൾ ഈ ഒരു ചടങ്ങ് ചെയ്യുന്നത്. അതായത് വെള്ളിയാഴ്ച വൈകിട്ട് കൊത്തില് കയറ്റം, ശനിയാഴ്ച പാലികാച്ച്, ചന്ദ്രപ്പം താലം, വടക്ക് പുറത്ത് കുരുതി, അതൊക്കെ കഴിഞ്ഞിട്ട് പ്രധാനമായിട്ട് ഞായറാഴ്ച ദിവസമാണ് താലം നമ്മൾ പൊക്കി കാണിക്കുന്നത്. ഇതിൻ്റെ വിശേഷമെന്ന് പറയുന്നത് ആദിത്യ പൂജ ഏറ്റവും പ്രധാനം. ആദിത്യൻ ജ്യോതിഷവിധി പ്രകാരം ആദിത്യൻ ഉച്ചത്തിൽ നിൽക്കുന്നത് സമയമാണ് മേടമാസം 10-ാം തീയതി. ആ സമയത്താണ് ആദിത്യൻ ഉച്ചസ്ഥിതിയിലാകുന്നത്. ആ സമയത്ത് അതികഠിനമായ ചൂടും കാരണങ്ങളൊക്കെ കൊണ്ട് ആദിത്യനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദിത്യ പൂജ കഴിക്കുക. പുരാതന കാലത്ത് കൃഷിയും കൃഷിയിടങ്ങളും ആദിത്യൻ്റെ ആ ഒരു ചൂടിൻ്റെ താപത്തെ കുറക്കാനും കൃഷിയിടങ്ങളിൽ നല്ല വിളവുണ്ടാകാനും ഒക്കെയാണ് ആദിത്യ പൂജ നടത്തിയ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നത്. ഇപ്പോഴും ആ ഒരു പൂർവികരമായിട്ടുള്ള ആചാരങ്ങളെ പിന്തുടർന്ന് വരുന്ന തലമുറകളും പിന്തുടർന്ന് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെയുള്ള കാര്യങ്ങൾ, ഏറ്റവും വലിയ കൂട്ടായ്മ. പഴയ കാലങ്ങളിൽ കൃഷിയിടങ്ങളിൽ കർഷകർ ഒരു കൂട്ടായ്മയായിട്ട് സംഘടിച്ച് എല്ലാവരും കൂടെ 3 ദിവസം ഒരു പ്രദേശത്തൊരു വയലിലാണ് പണ്ട് കാലങ്ങളിൽ നടത്തിയിരുന്നത്. അത് ഒരു കൂട്ടായ്മയായിട്ട് കർഷകരെല്ലാവരും കൂടെ ഒത്തുകൂടി ഒരു വീട് പോലെ 3 ദിവസം കഴിഞ്ഞ് കൂടിയിരുന്ന് നടത്തിയിരുന്നൊരു ചടങ്ങാണ്. അതൊരു കൂട്ടായ്മയുടെ ഒരു ബലം കൂടി അന്നുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നതും ആ ഒരു കാരണമാണ്. ഇതിപ്പോൾ നമ്മൾ ഈ അപ്പമൊക്കെ കണ്ടില്ലേ എല്ലാവരും. ഈ അപ്പം ഉണ്ടാക്കുന്നത് ഒരു പ്രത്യേക തരം കൂട്ടാണ്. ഇതിൽ പഞ്ചാമൃതം ഇടിച്ച് എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ പൂവൻപഴം, മുന്തിരി, കൽക്കണ്ടം, ശർക്കര ഇതെല്ലാം കൂടെ കൂട്ടി മിക്സ് ചെയ്ത് പഞ്ചാമൃതമാക്കി അതിൽ നാടൻ തെങ്ങിൻ്റെ കള്ള് ഒക്കെ ചേർത്തിട്ടാണ് ഈ മാവ് കുഴച്ചെടുക്കുന്നത്. അതൊരു പ്രത്യേക രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഉരുളിയിൽ എണ്ണ ഒഴിച്ച് ഒറ്റപ്പമായിട്ടാണ് ഒഴിച്ചുണ്ടാക്കുന്നത്. ആ അപ്പം നമ്മൾ 7 or 9 എണ്ണം വരുന്ന ഒരു താലമാക്കി, ഒരു കിണ്ണത്തിൽ താലമാക്കി അതിൽ ഒരു നാളികേര മുറി വെച്ച് ഒരു തിരി കത്തിച്ച് 3 കോൽത്തിരി വെച്ച് താലമാക്കി അണിഞ്ഞ് പുഷ്പങ്ങളൊക്കെ നിരത്തി നമ്മളൊരു 12 മണിയോടുകൂടി, അത് ഇന്ന് 10 ഉദയമാണ്. 10 ഉദയത്തിൻ്റെ ദിവസം ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി നമ്മൾ ആദിത്യദേവനെ സ്മരിച്ചുകൊണ്ട് ഈ താലം നമ്മൾ ഉയർത്തി കാണിക്കും. 3 പ്രാവശ്യം ഉയർത്തി താഴ്ത്തി, വീണ്ടും ഉയർത്തി, വീണ്ടും താഴ്ത്തി, അതുപോലെ 3 പ്രാവശ്യം ആദിത്യനെ സ്മരിച്ചുകൊണ്ട് ആദിത്യ പ്രീതിക്കായിട്ട് നടത്തുന്ന ഒരു വിശേഷാൽ ചടങ്ങാണിത്. ഇതാണ് ശാന്തി പറഞ്ഞ ആ പൂജ അപ്പത്തിൻ്റെ കൂട്ട്. അരിപ്പൊടിയിൽ പഞ്ചാമൃതവും ഒക്കെ ചേർത്തിട്ടാണ് ഇതുണ്ടാക്കുന്നത്. പണ്ട് കാലങ്ങളിലൊക്കെ ഈ പൂജയ്ക്കുള്ള അരി എല്ലാവരും കൂടി നിരന്ന് നിന്ന് ഒരലിൽ ഇടിച്ച് പൊടിച്ചൊക്കെയാണ് ഉണ്ടാക്കിയിരുന്നത്. അതുപോലെ ഇത് വാർത്തെടുക്കാനായിട്ട് ഉരുക്ക് വെളിച്ചെണ്ണയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്.
ഒരുപാട് ഓട്ടുരുളുകൾ നിരത്തി വെച്ചിട്ട് ഒരേ സമയം എണ്ണ ഒഴിച്ചിട്ടാണ് നമ്മൾ അപ്പം വാർത്തെടുക്കുന്നത്. അപ്പം വെന്ത് കഴിയുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് നമ്മളൊരു സ്ഥലത്ത് കൂട്ടി വയ്ക്കും. ഇതുപോലെ ഡെസ്കിൻ്റെ മുകളിൽ വാഴയില വിരിച്ചിട്ട് നമ്മൾ പൂജയപ്പം നിരത്തി വയ്ക്കും. നമ്മുടെ കുടുംബാംഗങ്ങളൊക്കെ എല്ലാവരും ഓരോരോ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 12 മണിക്ക് പൂജാത്താലം ഉയർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് കഞ്ഞിയും പുഴുക്കും ഉണ്ട്. അപ്പോൾ അതിൻ്റെ പണിപ്പുരയിലാണ് നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാവരും. കഞ്ഞിയും പുഴുക്കും ഇതാ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ കഞ്ഞിക്കും പുഴുക്കിനും അപാര ടേസ്റ്റാണ്. നമ്മുടെ പൂജാപ്പം താലത്തിൽ നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. പൊട്ടാത്ത അപ്പമാണ് കേട്ടോ നമ്മൾ താലത്തിൽ എടുക്കുക. പൊട്ടിയ അപ്പങ്ങളൊക്കെ നമ്മൾ വേറെ മാറ്റി വയ്ക്കും. നല്ല കൊടും ചൂടാണ്. അപ്പോൾ ഒരു വെയിലത്താണ് നമ്മുടെ ഈ പൂജാപ്പം തയ്യാറാക്കുന്നതൊക്കെ. അപ്പോൾ ആളുകൾക്ക് കുടിക്കാനായിട്ട് ഇതാ ഇവിടെ നാരങ്ങ വെള്ളം തയ്യാറാക്കുന്നുണ്ട്. പുഴുക്ക് അതിൻ്റെ അവസാന ഘട്ടം എത്തിയിരിക്കുകയാണ് കേട്ടോ. മാവ് ഇത് മൊത്തം നമുക്ക് അപ്പം വാർത്തെടുക്കാനുള്ളതാണ്. ഇതിൻ്റെ പകുതിയാണ് നമ്മളിപ്പോൾ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞത്. ഇനി ഇത്രയും കൂടി ഉണ്ട് ഉണ്ടാക്കാനായിട്ട്. നമ്മുടെ ഈ കുടുംബക്ഷേത്രം ഒരു കാവാണ്. വളരെ നല്ല ഒരു പോസിറ്റിവിറ്റിയാണ് ഇവിടെ നിൽക്കുമ്പോൾ. താലത്തിൽ വെക്കാനുള്ള കോൽത്തിരിയാണിത്. ഈ കോൽത്തിരിയിലെ എണ്ണ നമ്മുടെ പൂജാപ്പം തിളച്ച എണ്ണ തന്നെയാണ്. അതിൽ മുക്കിയിട്ടാണ് നമ്മൾ ഇത് കത്തിക്കുന്നത്.
പൂജാപ്പം വറുക്കുന്നതിനോടൊപ്പം തന്നെ പൊങ്കാല നിവേദ്യവും ഉണ്ടാവും. ഇതാ പൊങ്കാലയാണ് ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നത്. കാലത്തിലുള്ള അപ്പം മുഴുവനായിട്ട് നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. അത് സൂര്യഭഗവാനെ ഉയർത്തി കാണിക്കാനായിട്ട് നമ്മൾ നിരത്തി വെച്ചിരിക്കുകയാണ്. അതിൽ കോൽത്തിരി വെച്ചിട്ടുണ്ട്. അപ്പത്തിൻ്റെ നടുക്കായിട്ട് തേങ്ങാമുറിയിൽ നമ്മൾ തിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. താലത്തിൽ വെച്ച് കഴിഞ്ഞിട്ട് ബാക്കി വന്ന അപ്പങ്ങളാണ് ഇരിക്കുന്നത്. താലം പൊക്കാനുള്ള ആളുകൾ താലത്തിന് മുന്നിൽ വന്ന് നിരന്ന് നിൽക്കും. ഉച്ചയ്ക്ക് കറക്റ്റ് 12 മണിയോടുകൂടി നമ്മൾ താലം പൊക്കും. സൂര്യദേവാ ഭഗവാനെ തൊഴുന്നു ഞാൻ, അർക്കസൂര്യ ഭഗവാനെ തൊഴുന്നു ഞാൻ. സൂര്യദേവാ ഭഗവാനെ തൊഴുന്നു ഞാൻ, സൂര്യദേവാ ഭഗവാനെ തൊഴുന്നു ഞാൻ, സൂര്യദേവാ ഭഗവാനെ തൊഴുന്നു ഞാൻ. അർക്കസൂര്യ ഭഗവത് പ്രകാശത്തിനാൽ ഒക്കവേ നിലനിൽക്കുന്നു വിസ്തവം. അക്കണക്കുള്ള ത്രൈലോക്യ ദീപമേ ഭാസ്കരാ ഭഗവാനെ തൊഴുന്നു ഞാൻ. താലം സൂര്യഭഗവാനെ നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി മുല്ലപ്പന്തലിലേക്ക് നമ്മൾ പൂവെല്ലാം പ്രാർത്ഥിച്ച് ഒഴിഞ്ഞൊക്കെ ഇട്ടു. താലം അവരവരെ എടുത്തുകൊണ്ട് അവരുടെ വീടുകളിലേക്ക് പോകും. എല്ലാവരും ക്ഷീണിച്ച് വിഷമിച്ചൊക്കെ നിൽക്കുകയാണ്. കഞ്ഞിതാ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ കഞ്ഞി വാങ്ങാനായിട്ട് വീട്ടിൽ നിന്ന് പാത്രമായിട്ട് വരും. അല്ലാത്തവർ ഇവിടെ തന്നെ നിന്നുകൊണ്ട് കഴിക്കും. പൂജാപ്പം മുറിച്ച് വരുന്നവർക്കൊക്കെ പ്രസാദമായിട്ട് കൊടുക്കും. മാസത്തിലെ ആദ്യത്തെ ആഴ്ച തന്നെ നമ്മുടെ നാട്ടിൽ ഓരോ സ്ഥലങ്ങളിലായിട്ട് ഇതുപോലെ ആദിത്യ പൂജ തുടങ്ങും. 10ാമതത്തോടു കൂടിയായിരിക്കും എല്ലായിടത്തും ഇത് അവസാനിക്കുക. പിന്നെ അടുത്ത വർഷത്തിലെ ആദിത്യ പൂജയ്ക്കായിട്ടുള്ള കാത്തിരിപ്പായിരിക്കും. ആദിത്യ പൂജയുടെ ഈ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരു അറിവും ചെറുതല്ല. നമ്മളുടെ ദേശാചാരങ്ങളെ പറ്റിയിട്ടുള്ള പുതിയ പുതിയ അറിവുകൾ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.